സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തെ രൂക്ഷമായി എതിർക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ഭൂരിഭാഗം മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ശരി. ജമാഅത്ത് ഇസ്ലാമി ഒരു കുഞ്ഞാടല്ല, ഒരു പേടമാനല്ല. ജമാഅത്ത് ഇസ്ലാമി വേണ്ടി വന്നാൽ പല്ലും നഖവും പുറത്ത് കാണിക്കാൻ കഴിയുന്ന വർഗീയ രാഷ്ട്രീയ ചെന്നായാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ രൂപമായ BJPക്ക് കേരളത്തിൽ നിയമസഭയിലടക്കം അക്കൗണ്ട് തുറക്കാൻ അനുവദിക്കാതെ അല്ലെങ്കിൽ തുറന്ന അക്കൗണ്ട് പൂട്ടിക്കണം എന്ന നിലപാട് രാഷ്ട്രീയമായി ശരിയാണെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിലം തൊടാൻ അനുവദിക്കരുത് എന്ന രാഷ്ട്രീയവും ശരി തന്നെയാണ്. BJPയെയും സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെയും എതിർക്കുന്നുണ്ടെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന മതരാഷ്ട്രവാദത്തെയും വർഗീയ രാഷ്ട്രീയത്തെയും എതിർക്കുക തന്നെ വേണം. ഒന്നിനെ എതിർത്തുകൊണ്ട് ഒന്നിനെ അനുകൂലിച്ചുകൊണ്ട് ഇരട്ടത്താപ്പ് സ്വീകരിക്കാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായി ശരി ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടുള്ളവരുടെ കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. അതാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലും കേരളം കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ അജണ്ട തീരുമാനിക്കുന്ന പൊളിറ്റിക്സ്. ഇന്ന് എറണാകുളം പ്രസ് ക്ലബിൽ മുഖാമുഖത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ കാമ്പ് ഈ പറഞ്ഞു തന്നെയാണ്. അതായത് ഹിന്ദുത്വ രാഷ്ട്രീയം പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ ഹിന്ദു വിശ്വാസവുമായോ ഹിന്ദു മത വിശ്വാസികളുമായോ സാധാരണ ഹിന്ദുവുമായോ ഒരു രീതിയിലും കണക്ട് ചെയ്യാൻ കഴിയില്ല. സാധാരണ ഹിന്ദു വിശ്വാസിയുടെ രാഷ്ട്രീയവും സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയവും മതരാഷ്ട്രവും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ സാധാരണ മുസ്ലിം വിശ്വാസിയുടെ ഇസ്ലാം മതവിശ്വാസിയുടെ രാഷ്ട്രീയവും നിലപാടും വിശ്വാസവും ജീവിതവും ജമാഅത്ത് ഇസ്ലാമി പ്രതിനിധാനം ചെയ്യുന്ന മതരാഷ്ട്രവാദവുമായി യോജിച്ചു പോകുന്നേയില്ല. ഈ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ ഷാർപ്പ്നെസ്സോടും കൂടി എല്ലാ മൂർച്ചയോടും കൂടി പറയാതെ കേരളത്തിൽ ഇനി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ശരിയായ ദിശയിൽ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഒന്നിനെ മയപ്പെടുത്തിക്കൊണ്ട് ഒന്നിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പോകുന്ന രീതി മുമ്പുണ്ടായിരുന്നു. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്ന പ്രയോഗം മുമ്പ് വർഗീയ ശക്തികളെക്കുറിച്ച് ഒരുപോലെ പറയാറില്ലായിരുന്നു. സ്വാഭാവികമായും സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയം ഭൂരിപക്ഷ വർഗീയ രാഷ്ട്രീയമായതുകൊണ്ടും അവർ രാജ്യം ഭരിക്കാൻ വരെ കെൽപ്പ് നേടുന്ന രീതിയിലേക്ക് വളർന്നവരായതുകൊണ്ടും ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായി ഒരേ രീതിയിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് വലിയൊരാളോളം ശരി തന്നെയാണ്. അതേസമയം നോക്കൂ, മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമി സംഘപരിവാറിൻ്റെ അത്ര കരുത്തുള്ളവരാണെങ്കിൽ അവർ എന്തു ചെയ്യും എന്നതിൻ്റെ കൃത്യമായ സൂചനകൾ അവരുടെ വാക്കിലും പ്രവൃത്തിയിലും ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഗീയ രാഷ്ട്രീയവും പ്രതിനിധാനം ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള നിഷേധാത്മക സമീപനം തന്നെയാണ്. അതായത് സാധാരണ പറയുന്ന രീതിയിൽ ഒന്നുകൂടി ആവർത്തിച്ചാൽ രണ്ട് വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നെയാണ്. തീർച്ചയായും സംഘപരിവാർ പ്രതിനിധാനം ചെയ്യുന്ന വർഗീയ രാഷ്ട്രീയത്തിന് അതിൻ്റേതായ ആക്രമണോത്സുകതയുണ്ട്. പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ഒരു കുഞ്ഞാടല്ല, ഒരു പേടമാനല്ല. ജമാഅത്ത് ഇസ്ലാമി വേണ്ടി വന്നാൽ പല്ലും നഖവും പുറത്ത് കാണിക്കാൻ കഴിയുന്ന വർഗീയ രാഷ്ട്രീയ ചെന്നായാണ്. അത് കടുവയാണ്. അല്ലെങ്കിൽ എന്താണോ ഹിംസർ ജീവി അങ്ങനെ പറയാവുന്നത് ആ തരത്തിലുള്ള ഹിംസർ ജീവിയാണ്. ജമാഅത്ത് ഇസ്ലാമിയെ രൂക്ഷമായി എതിർത്തുകൊണ്ടും തള്ളിക്കളഞ്ഞുകൊണ്ടും നിരാകരിച്ചുകൊണ്ടുമല്ലാതെ ഒരു മുസ്ലിമിന് സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കാൻ കഴിയുകയില്ല. സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തെ രൂക്ഷമായി എതിർക്കുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഹിന്ദുക്കളാണ് എന്നുകൂടി ഓർക്കണം. അതുകൊണ്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ ഭൂരിഭാഗം മുസ്ലിങ്ങളും തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ശരി. അതാണ് കേരളം പ്രതിനിധാനം ചെയ്യുന്ന, ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന മതനിരപേക്ഷ രാഷ്ട്രീയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ 2 ദിവസം ബാക്കി നിൽക്കുമ്പോൾ
വീണ്ടും രൂക്ഷമായി കടന്നാക്രമിച്ചു എന്നതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഈ പറഞ്ഞതാണ്. എന്താണ്? എല്ലാ വർഗീയ ശക്തികളെയും അവ പ്രതിനിധാനം ചെയ്യുന്ന നിഷേധാത്മക രാഷ്ട്രീയത്തെയും അതിൻ്റെ മടയിൽ ചെന്ന് തുറന്നെതിർത്തുകൊണ്ട് തുറന്നു കാണിക്കുക, എക്സ്പോസ് ചെയ്യുക. അങ്ങനെ തുറന്നു കാട്ടപ്പെടുന്ന വർഗീയ ശക്തികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ നിക്കക്കള്ളിയില്ലാതാവുക, അക്കൗണ്ട് പൂട്ടിക്കുക എന്ന ആ വിശ്വവിഖ്യാതമായ കേരളത്തിൻ്റെ പ്രയോഗം BJPക്ക് മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമിക്കും ബാധകമാക്കുക. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ കേരളം അടുത്ത ദിവസങ്ങളിൽ, അതായത് 2 ദിവസം കഴിഞ്ഞ് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല 5 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിലും ചർച്ച ചെയ്യേണ്ട കൃത്യമായ രാഷ്ട്രീയം തന്നെയാണ്. ആ രാഷ്ട്രീയം കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തെ കൃത്യമായി സാമൂഹ്യ ജീവിതത്തിലെ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ കൃത്യമായി നിർണ്ണയിക്കാൻ പോകുന്ന കരുത്തുള്ള രാഷ്ട്രീയം തന്നെയാണ്. സംഘപരിവാറിനെ വിമർശിക്കുന്നവർ ജമാഅത്ത് ഇസ്ലാമിയെ ഒരു തൂവൽ കൊണ്ട് സ്പർശിക്കുന്നു എന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് ഇടതുപക്ഷത്തിനില്ല എന്ന് പിണറായി വിജയൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. VD സതീശനല്ല പിണറായി വിജയൻ, CPIM എന്നാൽ കോൺഗ്രസ് അല്ല, LDF എന്നാൽ UDF അല്ല. ആ രാഷ്ട്രീയമാണ് ഇന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അതിന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ഓരോ മതനിരപേക്ഷവാദിയും, മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും, അവർ കൃത്യമായി രാഷ്ട്രീയ ബോധ്യമുള്ളവരാണെങ്കിൽ അവർ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഈ രാഷ്ട്രീയ ആക്രമണത്തിന് ഒരു സല്യൂട്ട് കൊടുക്കുക തന്നെ വേണ്ടി വരും. നന്ദി.